ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വൽസേവോത്സുകസൽസമാജനയനാനാമാവഹന്നുത്സവം ശ്രീവത്സ ശ്രീവത്സലസ്യ ഭവതോ വത്സേ സദാപ്യുല്ലസൻ മാമുത്സാഹ വിവർജിതം ഗതശതൈ ശ്രേയോരുരുത്സാപരൈ ശ്രീവത്സ പരിപാതു വത്സമിവ ഗൗർവാത്സല്യപൂർവം വിഭോ. ഭക്തന്മാർക്കു ആനന്ദത്തെ കൊടുക്കും ഭക്തവത്സല ഭവാന്റെ മാറിടത്തിലെ ശ്രീവത്സമെന്നും. പലവിധ രോഗങ്ങളാൽ ഉത്സാഹം നശിച്ചോരെന്നെ പശു തൻ്റെ കുഞ്ഞിനെ പോൽ പാലിച്ചിടട്ടെ. നേരത്തെ പ്രകാശനം ചെയ്ത ശ്രീ ധന്വന്തരി സ്തോത്രം, സ്തോത്ര പഞ്ചാശിക, ആ പഞ്ചാശികയുടെ തർജ്ജമയാണ് സൗഖ്യപ്രദായക ശ്രീ ധന്വന്തരി സ്തോത്രം എന്ന് പറയുണ്ടായി. അതിലെ 28ാമത്തെ ശ്ലോകവും അതിൻ്റെ തർജ്ജമയുമാണ് ഇന്നിപ്പോ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയുടെ ആദ്യത്തിൽ ഇവിടെ ചൊല്ലിയത്. ഇവിടെ ഇന്ന് 917ാമത്തെ ദിവസമാണ്. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസനയിൽ ഇന്ന് ദ്വാദശ സ്കന്ധം 3ാമത്തെ അധ്യായത്തിൽ 43ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ശ്രീശുബ്രഹ്മർഷി കലിയുഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച്, കലിമാലിന്യങ്ങളെക്കുറിച്ച് പറയുന്നു. കലൗനരാജൻ ജഗതാം പരം ഗുരും ത്രിലോകനാഥാനതപാദ പങ്കജം പ്രായേണ മർത്യ ഭഗവന്തമച്യുതം യക്ഷ്യന്തി പാഖണ്ഡ വിഭിന്ന ചേതസ. രാജാവേ, കലൗ പാഖണ്ഡ വിഭിന്ന ചേതസഹ, കലിയുഗത്തിൽ പാഖണ്ഡന്മാരാൽ ഭേദിക്കപ്പെട്ട മനസ്സോടുകൂടിയ മർത്യാഹ മനുഷ്യർ, പ്രായേണ മിക്ക ആളുകളും, ജഗതാം പരം ഗുരും ലോകത്തിന്റെ പരമഗുരുവായിരിക്കുന്ന ത്രിലോകനാഥാനത പാദപങ്കജം 3 ലോകങ്ങളുടെയും നാഥന്മാരാൽ നമസ്കരിക്കപ്പെട്ട ആ പാദപല്ലവങ്ങളെ, ആ പാദപങ്കജങ്ങളെ, അച്യുതൻ ആ ഭഗവാനെ, നാശരഹിതനായിട്ടുള്ള ഭഗവന്തം ഭഗവാനെ ന യക്ഷ്യന്തി, അവർ യജിക്കുകയില്ല. അത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണെന്നാണ്. കലിയിലുണ്ടാകുന്ന വലിയ അനർത്ഥം എന്തൊക്കെയാണ്? 2 പദ്യങ്ങൾ കൊണ്ടാണ് പറഞ്ഞത്. ആദ്യത്തെ പറഞ്ഞു കലൗനരാജൻ എന്നുള്ള ശ്ലോകത്തില്,
അടുത്തത് നാമധേയം മ്രിയമാണ് ആതുര പതൻ സ്ഖലൻ വാ വിവശോ ഗൃണൻ പുമാൻ വിമുക്ത കർമ്മ ആർഗള ഉത്തമാം ഗതിം പ്രാപ്നോതി യക്ഷന്തി നതം കലൗജനാം. യക്ഷന്തി, ഇവരാരും ഭഗവാനെ യക്ഷിക്കില്ല. കലിയില് പറയാണ്, ജനങ്ങളുടെ മനസ്സ് വേദവിരുദ്ധ ജനങ്ങളാൽ, അല്ലെങ്കിൽ പാഖണ്ഡന്മാര്, പാഷണ്ഡന്മാര്, നിരീശ്വരവാദികൾ എന്നൊക്കെ പറയും. വേദവിരുദ്ധ മാർഗത്തിൽ രമിക്കുന്നവരുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് എല്ലാവരും ആരാധിക്കേണ്ടുന്ന പരമഗുരുവായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ യാതൊരു വിധത്തിലുള്ള നാശമില്ലാത്ത അച്യുതനായ ത്രിലോകനാഥന്മാരായ ബ്രഹ്മാവ്, രുദ്രൻ, ദേവേന്ദ്രൻ, അഗ്നി, വരുണൻ, വായു തുടങ്ങിയവരൊക്കെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന പാദാരവിന്ദത്തോടു കൂടിയ ആ ഭഗവാനെ മിക്ക ആളുകളും പ്രായേണ ഇവരാരും പൂജിക്കുകയില്ല. ഇതാണ് ആദ്യത്തെ. പിന്നെ മ്രിയമാണഹ, മരണാവസ്ഥയിലെത്തുമ്പോ ആതുരഹ, രോഗാദികളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവര്, പതൻ വീഴുന്ന ആളുകള്, സ്ഖലൻ ഇടറുന്ന ആളുകള്, വിവശഹ അവശനായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള മനുഷ്യൻ നാമധേയം ഗൃണൻ, ഏതൊരു നാമത്തെ ഉച്ചരിക്കുന്നുവോ, വിമുക്ത കർമാർഗള, വിമോചിക്കപ്പെട്ട കർമ്മ പ്രതിബന്ധങ്ങളോടുകൂടിയവൻ, ഉത്തമാം ഗതിയും ഉത്കൃഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു. തം കലൗജന നയക്ഷന്തി, അങ്ങനെയുള്ള ഭഗവാനെ കലിയുഗത്തിൽ ജനങ്ങൾ വേണ്ട പോലെ യക്ഷിക്കില്ല. മരിക്കുന്ന സമയത്ത് അല്ലെ, അജാമിളന്റെ കഥ നമുക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ളതാണ്. 6-ാമത്തെ സ്കന്ധത്തിൽ 3 അധ്യായങ്ങളിലൂടെ അജാമിളന്റെ കഥ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും പറയുന്നുണ്ട്, ഇടറിയിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്നാണ്. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർ മുച്യതേ സർവപാതകാൻ എന്ന് ഇനി 12 സ്കന്ധത്തിന്റെ 12-ാധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 12 സ്കന്ധ സാരം ആകുന്ന മനനാധ്യായത്തിൽ നമ്മളെല്ലാവരും സപ്താഹത്തിന് ഉറക്കം ജപിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മരിക്കാൻ സമയമെടുത്തപ്പോഴോ, രോഗബാധയുള്ളപ്പോഴോ, ഇനി എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും താഴേക്ക് വീഴുമ്പോഴോ, ഇടറി വീഴുമ്പോഴോ, ഇങ്ങനെ അസ്വാധീനന്മാരാണ് ഇവർ. അവർക്കൊന്നും സ്വയമേവൊന്നും ചെയ്യാൻ സാധിക്കില്ല. എങ്കിൽ പോലും ആരുടെ പേരാണോ അറിയാതെയെങ്കിലും ഒന്ന് ഉച്ചരിക്കാൻ സാധിച്ചാൽ, ഗൃണൻ പുത്രോപചാരിതം, പുത്രനെ ഉദ്ദേശിച്ചിട്ടാണ് അജാമിളം വിളിച്ചതെങ്കിലും അജാമിളന്റെ അടുത്തേക്ക് ഭഗവൽ പാർഷദന്മാർ വന്നു ചേർന്നു ഇല്ലേ. അങ്ങനെ വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രാപിക്കാൻ യോഗ്യമായ ഭഗവാന്റെ നാമങ്ങളെ കലിയുഗത്തിലുള്ള ജനങ്ങൾ സ്മരിക്കുകയില്ല, ആ ഭഗവാനെ പൂജിക്കുകയും ഇല്ല. പുംസാം കലികൃതാൻ ദോഷാൻ ദ്രവ്യദേശാത്മസംഭവാൻ സർവാൻ ഹരതി ചിത്തസ്ഥോ ഭഗവാൻ പുരുഷോത്തമ. ദ്രവ്യദേശാത്മസംഭവാൻ, ദ്രവ്യം, ദേശം, മനസ്സ്, ഇതിൽ നിന്ന് ജനിക്കുന്ന കലികൃതാൻ, ആ കലിയാൽ ജനിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള പുംസാം സർവാൻ ദോഷാൻ, പുരുഷന്മാരുടെ, ജനങ്ങളുടെ സകല ദോഷങ്ങളെയും ഭഗവാൻ ചിത്തസ്ഥ പുരുഷോത്തമ ഹരതി, ഐശ്വര്യപൂർണനായിരിക്കുന്ന, ചിത്തത്തിൽ സ്ഫുരിക്കുന്ന, പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. കലിദോഷങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. ഇനി ദോഷശമനത്തിനുള്ള വഴികളാണ് 45 അടക്കമുള്ള 6 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. കലിപ്രഭാവം കൊണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, വാസയോഗ്യമല്ലാത്ത മദ്യശാലയില്, ചൂതുകളി നടക്കുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ പോയി താമസിക്കുക, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഷിദ്ധ കർമ്മങ്ങളിൽ വ്യാപരിപ്പിക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ ജനങ്ങൾ ചെയ്യും. അതിനെയൊക്കെ സ്മരണമാത്രയിൽ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആ ഭഗവാൻ നശിപ്പിക്കും. അതുകൊണ്ടൊന്ന് സ്മരിച്ചാൽ പോലും കലിയുഗത്തിൽ നമ്മുടെ പാപങ്ങളൊക്കെ തീരുന്നതാണ്. ശ്രുത സങ്കീർത്തിതോ ധ്യാത പൂജിതശ്ചാദൃതോപി വാ
നൃണാം ധുനോതി ഭഗവാൻ ഹൃൽസ്ഥോ ജന്മായുതാശുഭം. ശ്രുതഃ കേൾക്കപ്പെടുന്നവൻ, സങ്കീർത്തിതഃ കീർത്തിക്കപ്പെടുന്നവൻ, ധ്യാതഃ ധ്യാനിക്കപ്പെടുന്നവൻ, പൂജിതഃ പൂജിക്കപ്പെടുന്നവൻ, ആദൃതഃ ആദരിക്കപ്പെടുന്നവൻ, ഹൃൽസ്ഥ ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ, നൃണാം ജന്മായുതാശുഭം ജനങ്ങളുടെ അയുത ജന്മത്തിലുള്ള അശുഭത്തെ ധുനോതി നശിപ്പിക്കും. ഭഗവാൻ ചിത്തത്തിൽ സ്ഫുരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? കഥാശ്രവണം, നാമസങ്കീർത്തനം, ധ്യാനം, പൂജ, നമസ്കാരം ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താൽ ഹൃദയത്തിലുള്ള ഭഗവാൻ ജനങ്ങളുടെ ബഹുജന്മാർജിതമായിരിക്കുന്ന അയുത ജന്മം എന്ന് പറഞ്ഞാൽ 10,000 ജന്മം, അത്രയും കാലത്തെ ദോഷങ്ങളെ മുഴുവൻ നശിപ്പിക്കും. പലപ്പോഴും ഉപമ പറയാറുള്ളത് എങ്ങനെയാ? കുറേ കാലങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി, അന്ധകാരം, പാപ അന്ധകാരം. അതിലേക്ക് ഈ ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഒരു തിരി അങ്ങോട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ അന്ധകാരം ഇല്ലാതെയാവും. അല്ലാതെ എത്ര കാലം മുറി അടച്ചിട്ടോ അത്രയും കാലം വിളക്ക് കൊളുത്തിയാലേ അവിടുത്തെ ഇരുട്ട് മാറൂ എന്നില്ല. എപ്പോഴാണോ ആ വിളക്ക് തെളിയിക്കപ്പെടുന്നത് അപ്പോ അന്ധകാരം ഇല്ലാതെയാവും. ഇതേപോലെ ഭഗവത് അനുഗ്രഹമാകുന്ന കിരണം, ആ സ്ഫുരണം ഹൃദയാകാശത്തിൽ ഉണ്ടാകുന്ന മാത്രയിൽ തന്നെ കർമ്മദോഷങ്ങൾ മുഴുവൻ നശിക്കും. മുജ്ജന്മാർജിത പാപഫലങ്ങൾ ഒന്നൊഴിയാതെ ഒഴിഞ്ഞിടാൻ മുക്കണ്ണപ്രിയ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാൻ അതിനെ മുഴുവൻ ഇല്ലാതെയാക്കണം. ഇനിയൊരു ഉപമ പറയുന്നു. യഥാഹേംനി സ്ഥിതോ വന്ഹിർ ദുർവർണം ഹന്തി ധാതുജം ഏവം ആത്മഗതോ വിഷ്ണുർ യോഗിനാം അശുഭാശയം. ഹേംനി സ്ഥിത വന്ഹി സ്വർണത്തിലേക്ക് വ്യാപിക്കുന്ന അഗ്നി, ധാതുജം ദുർവർണം ഇതര ധാതുക്കളിൽ നിന്നുണ്ടായിരിക്കുന്ന മാലിന്യത്തെ യഥാഹന്തി എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, ഏവം ഇതേപോലെ ആത്മഗത വിഷ്ണു ആത്മാവിൽ വ്യാപിച്ച വിഷ്ണു യോഗിനാം അശുഭാശയം ഹന്തി യോഗികളുടെ അശുഭവാസനകളെ ഇല്ലാതെയാക്കുന്നു. സ്വർണം അഗ്നിയിലിട്ട് പഴുപ്പിച്ചാൽ അതിന്റെ മാലിന്യം മുഴുവൻ ഇല്ലാതെയായി അതിനകത്തുള്ള മറ്റ് ധാതുക്കൾ, മറ്റു ലോഹങ്ങൾ, ചെമ്പ്, വെള്ളി തുടങ്ങിയതൊക്കെ അതൊക്കെ നശിക്കും. എന്നിട്ട് പരിശുദ്ധമായ തങ്കം നമുക്ക് ലഭിക്കും അല്ലേ? ഇതേപോലെ ഭഗവത് സങ്കീർത്തനാദികൾ അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന ആ വിഷ്ണുവിനെ സ്മരിക്കുന്ന തരത്തിലുള്ള സങ്കീർത്തനങ്ങൾ, പൂജകൾ ഇതൊക്കെ തന്നെ യോഗികളുടെ അശുഭാശയം, ആ അശുഭവാസനകളെ ഇല്ലാതെയാക്കും. വിദ്യാതപ പ്രാണ നിരോധ മൈത്രീ തീർത്ഥാഭിഷേക വ്രതദാന ജപ്യൈ നാത്യന്ത ശുദ്ധിം ലഭതേന്തരാത്മാ യഥാ ഹൃദിസ്ഥേ ഭഗവത്യനന്ദേ. വിദ്യ വേദാധ്യയനം ചെയ്യുക, തപസ് പ്രാണനിരോധം, മൈത്രി മിത്രഭാവം, തീർത്ഥാഭിഷേക തീർത്ഥസ്നാനം, ദാനം, ജപ്യൈ മന്ത്രം ജപിക്കല്, ഇതുകൊണ്ടൊക്കെ അന്തരാത്മാ അത്യന്ത ശുദ്ധിം ന ലഭത്തെ അന്ധകരണം അത്യന്തമായ ശുദ്ധിയിലേക്ക് എത്തുന്നില്ല. അനന്തേ ഭഗവതി അപരിച്ഛിന്നനായിരിക്കുന്ന ആ ഭഗവാൻ ഹൃദിസ്ഥേ യഥാ ഹൃദയത്തിൽ സ്ഥിതനായിരിക്കുന്ന കാര്യത്തിൽ എന്നതുപോലെ എന്നാണ്. ഭഗവത് സ്മരണം കൂടാതെ ഉപായങ്ങൾ ഉണ്ട്, അത് നമ്മളെ ശുദ്ധീകരിക്കും. പക്ഷേ ഇതുപോലെ ശുദ്ധീകരിക്കില്ല. വേദാധ്യയനം ചെയ്യുക, ശാസ്ത്രവിധി അനുസരിച്ച് ദ്വന്ദ്ങ്ങളെയൊക്കെ വിട്ട് തണുപ്പും ചൂടും ഒക്കെ മറന്നും കൊണ്ട് തപസ്സു ചെയ്യുക, പ്രാണായാമം ചെയ്യുക, അതേപോലെ എല്ലാ പ്രാണികളോടും മിത്രഭാവത്തിൽ പെരുമാറുക, ഗംഗ, യമുന തുടങ്ങിയ നദികളിൽ, പുണ്യനദികളിൽ സ്നാനം ചെയ്യുക, ഏകാദശി, ഷഷ്ഠി തുടങ്ങിയ വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുക, ദാനങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക്, പിന്നെ ഭഗവൻ നാമം ജപിക്കുക. ഇതൊക്കെ ശരിയാണ്, അന്ധകരണ ശുദ്ധിക്ക് കാരണമാണ് ഇതൊക്കെ. പക്ഷേ
ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുക വന്നാൽ അന്ധക്കരണം അപ്പോ എങ്ങനെ ശുദ്ധമാവണോ അതേപോലെയുള്ള ശുദ്ധി ഈ വിദ്യാതപ പ്രാണനിരോധ മൈത്രി തീർത്ഥാഭിഷേക ചടങ്ങുകൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് എന്തു വേണം? അതാണ് ശിശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, തസ്മാൽ സർവാത്മനാ രാജൻ ഹൃദിസ്ഥം കുരു കേശവം മ്രിയമാണോ ഹ്യവഹിതസ്തതോ യാസി പരാം ഗതിം. തസ്മാത് രാജൻ, അതുകൊണ്ട് രാജാവേ, പരീക്ഷിത്തെ, മ്രിയമാണഃ സർവാത്മന, മരിക്കുന്നവനായിട്ട് സർവഭാവത്തോടുകൂടി, അവഹിത ശ്രദ്ധായുക്തമായിട്ട്, കേശവം ഹൃദിസ്ഥം കുരു, ആ കേശവനെ, വിഷ്ണുവിനെ, ആ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിക്കും. തഥാ പരാംഗതിം യാസി, അത് കാരണം പരമമായ ഗതി പ്രാപിക്കാൻ സാധിക്കും. കലിദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് അതിനുള്ള ഉപായം പറഞ്ഞുകൊണ്ട് ശിശുബ്രഹ്മർഷി നിർത്താൻ പോവാണ്. അതുകൊണ്ട് ശരീരത്യാഗ സമയം സമീപിച്ചിരിക്കുമ്പോ അങ്ങ് എല്ലാ ഭാവനകളെയും ഉപേക്ഷിച്ച് പരമമായ ശ്രദ്ധയോടുകൂടി ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിക്കൂ. അതുകൊണ്ട് പരമഗതി നേടാനായിട്ട് സാധിക്കും. മ്രിയമാണൈരഭിധ്യേയോ ഭഗവാൻ പരമേശ്വര ആത്മഭാവം നയത്യംഗ സർവാത്മാ സർവസംശ്രയ. സർവാത്മാ സർവസംശ്രയ, എല്ലാവരിലും ആത്മാവായിരിക്കുന്ന, എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന ഭഗവാൻ, ആ പരിപൂർണനായിരിക്കുന്ന, ഐശ്വര്യ പരിപൂർണനായിരിക്കുന്ന ഈശ്വരൻ. മ്രിയമാണൈ അഭിധ്യേയ, മരണം സമീപിച്ചിരിക്കുന്നവരാൽ ആഭിമുഖ്യേന ധ്യാനിക്കാൻ യോഗ്യനായ പരമേശ്വരൻ ആത്മഭാവം നയതി, സ്വസ്വരൂപ ആനന്ദത്തിലേക്ക് എത്തിക്കും. എല്ലാ പ്രാണികളിലും ആത്മാവായിരിക്കുന്നത് ഭഗവാനാണ്. എല്ലാ പ്രാണികൾക്കും അധിഷ്ഠാനവും ആശ്രയവുമായിരിക്കുന്നത് ഭഗവാനാണ്. ആ പരമേശ്വരനെ മരണസമയത്ത് ധ്യാനിക്കണം. എന്ന് വെച്ചാൽ എപ്പോഴും ധ്യാനിക്കണം. കാരണം മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്ന് ചുരുക്കം. അങ്ങനെ വന്നാൽ ആ മരണസമയത്ത് ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിശുബ്രഹ്മർഷി തന്റെ ഉപദേശം ആരംഭിച്ചത് പരീക്ഷത്തിന്. ദ്വിതീയ സ്കന്ധത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മളത് കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അവർക്ക് കൈവല്യം വന്നു ചേരും എന്ന് പറയുകയാണ്. ഭഗവാനിലേക്ക് ലയിക്കാം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യശ്ച എന്ന ശ്രുതിയുടെ വേദത്തിന്റെ അർത്ഥത്തെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നോടുകൂടി ചേർക്കും ഈ ജീവനെ. കലേർ ദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരംവ്രജ. അതാണ് ശിശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞത്. അങ്ങക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം അങ്ങ് കലിയുടെ ദോഷങ്ങളെ കണ്ടിട്ടും സാരഗ്രാഹിയായി കലിയെ നിഗ്രഹിക്കാതെ വിട്ട ആളാണ്. എങ്കിലും ലോകത്തിനായിട്ട് ശിശുബ്രഹ്മർഷി പറയുകയാണ്, പരീക്ഷത്തെ ദോഷനിധേ കല, ദോഷങ്ങളുടെ ഇരിപ്പിടമായിരിക്കുന്ന കലിക്ക് മഹാൻ ഏക ഗുണ അസ്തി, മഹത്തായൊരു ഗുണമുണ്ട് എന്നാണ്. എന്താ അത്? കൃഷ്ണസ്യ ഏവ, ആ കീർത്തനാദേവ, ശ്രീകൃഷ്ണന്റെ കീർത്തനം കൊണ്ട് മാത്രം മുക്തസംഗ പരംവ്രജ, മുക്തമായ മോചിപ്പിക്കപ്പെട്ട സംഘത്തോടുകൂടി മമതയില്ലാതെ ആ ഭഗവാനിലേക്ക്, ആ പരമാത്മാവിലേക്ക് ചേരാനായിട്ട് സാധിക്കും. കലിക്ക് ദോഷങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു ഇല്ലേ? ഇത്രയൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും മഹത്തായൊരു ഗുണം കലിക്കുണ്ട്. ശ്രീകൃഷ്ണ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം കലിയുഗത്തിലെ ജനങ്ങൾക്ക് വിഷയങ്ങളിൽ നിന്ന് മോചനം നേടി പരമാത്മാവിലേക്ക് ചേരാൻ സാധിക്കും. മറ്റു യുഗങ്ങളിലൊന്നും ഇത് എളുപ്പമല്ല.
കലിക്ക് ദോഷങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് പൂന്താനം പോലും യുഗം 4 നല്ലൂ കലിയുഗം, കലിക്കും നമസ്കാരം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോഴും കലിയുടെ ദോഷങ്ങളെ കുറിച്ച് വിചാരിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മഹത്തായ ഗുണത്തെ നാവിലേക്ക് ചേർത്ത് വെക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഈ കലിയുഗവും ആനന്ദകരമാക്കി മാറ്റാൻ സാധിക്കും. ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു നിർത്തുകയാണ്. കൃതേ യധ്യായതോ വിഷ്ണും ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗ തദ്ധരി കീർത്തനാൽ. കൃതേ വിഷ്ണു ധ്യായതഃ, കൃതയുഗത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്ന. ത്രേതായാം മഖൈ യജത, ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ട് യജിക്കുന്നവൻ. ദ്വാപരേ പരിചര്യായാം, ദ്വാപരയുഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ. യത് ഫലം ഭവതി, അവർക്ക് എന്ത് ഫലമാണോ കിട്ടുന്നത്, കലൗ തദ് ഹരികീർത്തനാൽ, അത് കലിയുഗത്തിൽ ഭഗവാന്റെ ഹരിനാമ കീർത്തനം കൊണ്ട് സാധിക്കും. കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ, കലിയുഗത്തിൽ നാമം. അപ്പൊ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം മറ്റു യുഗങ്ങളിൽ ഏറെ കഷ്ടപ്പെട്ട് നടത്തേണ്ടുന്നത് ഏറ്റവും എളുപ്പത്തിൽ കലിയുഗത്തിൽ ലഭിക്കും. അതുകൊണ്ട് നാമസങ്കീർത്തനം പരമഫലപ്രാപ്തിക്കുള്ള ഉപായമാണ് കലിയുഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വാദശസ്കന്ധം ആശ്രയ നിരൂപണം, അതിൽ തന്നെ 3-ാമത്തെ അധ്യായമായിരിക്കുന്ന കലിദോഷ നിവർത്തക ഹരികീർത്തനം എന്നു പേരുള്ള ആ അധ്യായം സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അതിന് ഭഗവാൻ അനുവാദവും അനുഗ്രഹവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.